വി ഡി സതീശൻ എന്ന വലിയ മഞ്ഞുമല രാഹുലിന് മുൻപിൽ ഉരുകി തുടങ്ങി എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ വി കെ ശ്രീകണ്ഠൻ, പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടിയെന്നും അത് തികച്ചും യാദൃശ്ചികമായ ഒരു കണ്ടുമുട്ടലായിരുന്നു എന്നുമുള്ള ഒരു വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെ ഈ പറയുന്നത് പോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ വി ഡി സതീശനോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ എന്നെ കണ്ടാൽ അല്ലെങ്കിൽ വി ഡി സതീശനാണ് രാഹുലിനെ കാണുന്നതെങ്കിൽ അദ്ദേഹവും സംസാരിച്ചേക്കും എന്നുള്ളത്. പക്ഷെ ഇതിനു മുൻപ് പലപ്പോഴും ഇത്തരത്തിൽ ഒരേ വേദിയിൽ വന്നിട്ടും സംസാരിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഉണ്ടായതുകൊണ്ട് മാത്രം പല വേദികളിലും പിണങ്ങി പോകുന്ന വി ഡി സതീശനെ നമ്മൾ കണ്ടിരുന്നു. അവിടെ നിന്നും ഇത്രയും വലിയൊരു മാറ്റത്തിലേക്ക് വരുമ്പോൾ രാഹുലിനെ വി ഡി സതീശൻ അംഗീകരിച്ചു തുടങ്ങി എന്നുള്ളതാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഹർഷ, വി ഡി സതീശൻ എന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു നേതാവാകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും. മനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്നും സ്ഥായിയായ ഒരു വികാരം ഒരാളുടെ ഉണ്ടാവണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു കാരണം കൊണ്ട് ഒരു വ്യക്തിയോട് നമുക്കൊരു ചെറിയ പിണക്കമൊക്കെ ഉണ്ടാവും. ആ പിണക്കത്തിനൊന്നും ഒരു ആയുസ് ഉണ്ടാവില്ല, ഒരുപാട് ആയുസ്സൊന്നും അതിനൊന്നും ഉണ്ടാവില്ല. ഒരുമിച്ച് ഒരു പാർട്ടിയിൽ അദ്ദേഹം തന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന് അദ്ദേഹം തന്നെ, നമ്മൾ പല ചിത്രങ്ങളും കണ്ടിട്ടുണ്ട്. ഇവർ ഒരുമിച്ചുള്ള ട്രെയിൻ യാത്രകളിൽ അല്ലെങ്കിൽ ഇവർ ഒരുമിച്ചുള്ള മറ്റ് യാത്രകളിൽ ഷാഫിയും രാഹുലും ഒക്കെയുള്ള വളരെ എൻജോയ് ചെയ്ത് പോകുന്ന ജ്യേഷ്ഠാനുജന്മാരെ പോലെ ഒരുമിച്ച് അവർ സഞ്ചരിക്കുകയും അവരെ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമ്മൾ അനുജനെ പോലെ കാണുന്ന അല്ലെങ്കിൽ നമ്മളെ ചേട്ടനായി കാണുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ ചേട്ടനായി കാണുന്ന ഒരു വ്യക്തി നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന സംഘത്തിന് ഒരു മുറിവേൽപ്പിച്ചാൽ നമുക്കൊരു ചെറിയ ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ തെറ്റ് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ അല്ലെങ്കിൽ തീർച്ചയായും ക്ഷമിക്കാൻ നമുക്ക് മനസ്സുണ്ടാകും. അതെ, ഒരു അപ്പോളജി നമ്മളോട് ആ വ്യക്തി നടത്തുമ്പോൾ നമ്മളത് ക്ഷമിക്കും. പോട്ടെ, അവൻ നമ്മളോട് പറഞ്ഞല്ലോ, അവന്റെ തെറ്റ് നമുക്ക് മനസ്സിലാക്കാം, അവനെ നമുക്ക് വേണം, അവനെ നമുക്ക് കൂടെ നിർത്തണം എന്നൊരു തോന്നൽ ഉണ്ടായില്ലെങ്കിൽ അവൻ മനുഷ്യനല്ല. അപ്പോൾ അത്തരത്തിൽ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ്, ഒരാളൊരു നേതാവാകുന്നത് ഒരു കൂട്ടത്തിന്, ഒരു മാസിന് ഇഷ്ടമാകണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണങ്ങൾ വേണം. അത്തരത്തിലുള്ള ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരത്തിൽ പെരുമാറിയത്. അദ്ദേഹം ഈ പറയുന്നതിൽ തൻ്റെ അനുജന് ഒരു തെറ്റ് പറ്റി പറയേണ്ട, അതായത് അദ്ദേഹത്തിന് ഇരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തപ്പോൾ അന്ന് അദ്ദേഹത്തിനുണ്ടായ സൈബർ അറ്റാക്ക് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. അവിടെ അദ്ദേഹം വളരെയധികം പിടിച്ചു നിന്നു. അവിടെ അദ്ദേഹം ഒന്നും രാഹുലിനെ പറഞ്ഞില്ല, രാഹുലിനോടൊപ്പം നിൽക്കുന്ന സംഘങ്ങൾ പറഞ്ഞില്ല. വളരെ നമ്മൾ അത് ഓർക്കേണ്ടത്, ഈ വിഷയങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ വി ഡി സതീശൻ എന്ന നേതാവിനോട് മാധ്യമങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അദ്ദേഹം വളരെ സങ്കടം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. അദ്ദേഹം വളരെ വിഷമത്തോടെ, എന്നാലും ഇതിലൊക്കെ പെട്ടല്ലോ, കാര്യം അദ്ദേഹം കൂടെ അറിഞ്ഞു ചില കാര്യങ്ങൾ നടന്നിട്ട് ശത്രുപക്ഷം പറയുന്നുണ്ട്. എന്നാലും ഒരു ചെറുപ്പക്കാരനാണ് നിയന്ത്രിക്കുന്നതിന് ഒരു കാര്യം, വയസ്സ് 30-35 ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ പോട്ടെ 30 കഴിഞ്ഞ, പിന്നെ പറയുന്നതിനും അത് പറഞ്ഞു ചെയ്യിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യത്തിലേക്ക് വരുമ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന മഞ്ഞുമല എന്ന് പറയുമ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനം ഉറച്ചു തന്നെയായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ അത് തെളിഞ്ഞു വരട്ടെ എന്ന് പറഞ്ഞിരുന്നു, അത് ആ തെറ്റ് തിരുത്തി വരട്ടെ എന്നുള്ളത്. ഏതായാലും ഇന്നലെ വി കെ ശ്രീകണ്ഠനുമായി സംസാരിക്കുമ്പോൾ അതൊരു വാർത്തയായി. മാധ്യമങ്ങളെല്ലാം, അതായത് ഈ പറയുന്ന ഹോട്ടൽ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ അവിടെ വരുമ്പോൾ, ഒരു MLA ആണ്, പാലക്കാടത്തെ MP ആണ് ശ്രീകണ്ഠൻ, അദ്ദേഹം കാണാൻ പോയതിനെ ഒരു നല്ല സെൻസിൽ തന്നെ എടുത്തുകൂടെ? സൗഹൃദം. ഏതായാലും അദ്ദേഹത്തിന്റെ മേലുള്ള കോൺഗ്രസ് പാർട്ടിക്കകത്ത് ആദ്യം ഉണ്ടായിരുന്ന ഒരു എതിർപ്പ് സതീശന്റേതായിരുന്നു. ആ എതിർപ്പ് മറികടക്കുന്നു. ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ MP എന്ന് പറയുന്ന MP, അദ്ദേഹത്തിന് പുറകെ എല്ലാ മാധ്യമങ്ങൾ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പലപ്പോഴുമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, രാഹുലിനെ ഇപ്പോഴും മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ പുതിയ യാത്രയിൽ നിന്നും വി കെ ശ്രീകണ്ഠൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടപ്പോൾ അത് യാദൃശ്ചികമാണ് എന്ന് എഴുതി തള്ളാൻ പല മാധ്യമങ്ങൾക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നാലെ പലരും മൈക്കും പിടിച്ച് പല നേതാക്കന്മാരുടെ മുന്നിലേക്ക് പോകുന്നത്. അത് യാദൃശ്ചികമല്ല, ഒരിക്കലും ആയിരിക്കില്ല. പക്ഷേ രാഹുലിന് യാത്ര നമ്മുടെ ഇപ്പോൾ ഇവിടെ ആലുവയിൽ വന്നപ്പോൾ നമ്മൾ അറിഞ്ഞിരുന്നു. അതുപോലെ തന്നെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറയുന്നത് പോലെ രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് പലപ്പോഴും രംഗത്ത് വന്ന വ്യക്തിയാണ് വി കെ ശ്രീകണ്ഠൻ MP എന്ന് പറയുന്നത്. സൗഹൃദപരമായും രാഷ്ട്രീയപരമായും സൗഹൃദപരമായും ഒരുപോലെ അദ്ദേഹം കണക്ട് ആയിരിക്കുന്ന ഒരു വ്യക്തി. സ്വാഭാവികമായും അദ്ദേഹം അവിടെ വന്നപ്പോൾ വീടിനടുത്തുള്ള ഒരു ഏരിയയിൽ വരുന്നു, അല്ലെങ്കിൽ ഹോട്ടലിൽ വരുന്നു, പോയി കാണുന്നു, സംസാരിക്കുന്നു. അതിൽ ഈ പറയുന്ന അസ്വാഭാവികതയൊന്നും തോന്നേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതേ ഹോട്ടലിൽ വി ഡി സതീശൻ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിന് ഈ പറയുന്ന വി ഡി സതീശൻ അവിടെ ഉണ്ടായിരുന്നു, അതിനിപ്പോൾ എന്ത് വേണം എന്ന് ചോദിക്കുന്ന ഒരു നിലയിലേക്ക് മാധ്യമങ്ങൾ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. വി ഡി സതീശൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അവർ ഇനിയിപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കണ്ടതാണെങ്കിലും നമുക്ക് അതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. രണ്ട് വ്യക്തികൾ, രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ, ഒരേ പാർട്ടിയിലുള്ള ആളുകൾ, അവർ തമ്മിൽ കണ്ടതിൽ എന്താണ് തെറ്റി? ഒരാൾ MP, ഒരാൾ MLA.
അതും ഒരേ ജില്ലയിലെ തന്നെ MP-യും MLA-യുമാണ്. അവർ കണ്ടതിൽ എന്താണ് തെറ്റ് എന്നുള്ളത്. ഇവിടെ നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴായി കണ്ടിരുന്നു, വി.ഡി. സതീശനെതിരെ പുനർജനി കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സൈബർ ബുള്ളിംഗ് ഉണ്ടായ സമയത്തൊക്കെ തന്നെയും രാഹുൽ തന്റെ നിലപാട് കൃത്യമായി തന്റെ പോസ്റ്റുകളിലൂടെയും അല്ലാതെയും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അടൂർ പ്രകാശിനെതിരെ ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉയർന്നപ്പോഴും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റേതായ നിലപാടുകൾ, അങ്ങനെ എല്ലാ നേതാക്കന്മാർക്കെതിരെയും ഈ പറയുന്ന ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ തന്റെ നിലപാട് എന്താണെന്നുള്ളത് കൃത്യമായി അദ്ദേഹം പലപ്പോഴായി പല മാധ്യമങ്ങളിലൂടെയും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വി.ഡി. സതീശനെതിരെയും ഇത്തരത്തിൽ പുനർജനി കേസുമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തെയും അനുകൂലിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ പോലും ചോദിച്ചിരുന്നു, കോൺഗ്രസിലേക്കുള്ള വാതിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലേക്കുള്ള രാഹുലിന്റെ മുൻപിൽ വാതിൽ അടച്ചത് വി.ഡി. സതീശനായിരുന്നു. ആ വാതിലേക്കൊന്ന് മുട്ടി നോക്കുകയാണോ ഈ ഒരു പോസ്റ്റിലൂടെ എന്നുള്ളത്. പക്ഷേ വി.ഡി. സതീശൻ മനസ്സലിഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ രാഹുലിനെ വീണ്ടും അംഗീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വന്നാൽ സ്വാഭാവികമായും കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിക്കുമെന്നുള്ളത്. ഇപ്പോൾ അതിന് പറ്റിയ സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ എന്ന് പറയുന്ന ഫാക്ടർ തീർച്ചയായും ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹം മത്സരിക്കാതിരിക്കാം. പക്ഷേ ഈ പറയുന്ന പാലക്കാടാണെങ്കിലും അടൂരാണെങ്കിലും അദ്ദേഹം കൃത്യമായി പ്രചാരണത്തിൽ മുന്നിൽ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനുള്ള കൃത്യമായ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ല, അതായത് ഇതിലിപ്പോൾ നമ്മൾ പറയാനുള്ളത് എതിർ രാഷ്ട്രീയത്തിൽ ആരൊക്കെ സ്ത്രീ വിഷയകതയുമായി ബന്ധപ്പെട്ട് മത്സരത്തിനുണ്ട് എന്നുള്ളത് നോക്കും. UDF നോക്കും, കോൺഗ്രസ് നോക്കും. അപ്പോൾ അതിൽ നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ അതുമായി സ്ത്രീ വിഷയകതയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയിലുള്ളത് തന്നെ മത്സരിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ സാഹചര്യം നോക്കിയിട്ട് ചിലപ്പോൾ രാഹുലിനെ മത്സരിക്കാൻ നിർത്തിക്കൂടെന്ന് ആര് കണ്ടു? ഇപ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ സ്ത്രീ വിഷയം 2026 ഏതായാലും അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാനില്ല എങ്കിലും കോൺഗ്രസിനെ വേണ്ടി വോട്ട് തേടാൻ രാഹുലിന് ഇറങ്ങാമല്ലോ. തീർച്ചയായിട്ടും ഇറങ്ങാം. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു ഇത്തരത്തിൽ പാലക്കാട് പലയിടങ്ങളിലും ഇത്തരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ മുൻപിൽ നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പാർട്ടി പോലും അതിനെ വിലക്കിയിട്ടും അദ്ദേഹം വ്യക്തിപരമായി ഈ പറയുന്ന സ്ഥാനാർത്ഥികളോട് അടുപ്പം കൊണ്ട് താൻ MLA ആകാൻ മത്സരിച്ചിരുന്ന സമയത്ത് തനിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് വീടുകൾ കയറിയ ആളുകളാണ് ഇന്നിപ്പോൾ സ്ഥാനാർത്ഥികളായി നിൽക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി അവർക്ക് വേണ്ടി മുന്നിൽ നിൽക്കുക എന്നുള്ളത് തന്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മുന്നിൽ നിൽക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു, പാർട്ടി വിലക്കിയിട്ട് പോലും. അപ്പോൾ പാർട്ടി അദ്ദേഹത്തെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനി അദ്ദേഹം തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളെയും അദ്ദേഹത്തിന് ഈ പറയുന്ന പാലക്കാടോ അടൂരോ മാത്രമല്ല എവിടെയും അദ്ദേഹം ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അല്ല, കേരളത്തിൽ എവിടെയും, അതായത് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ മെരിറ്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഹർഷ സംസാരിച്ചു പറഞ്ഞു, വി.ഡി. സതീശനെതിരെ ആരോപണം വന്നപ്പോൾ, അടൂർ പ്രകാശിനെതിരെ ആരോപണം വന്നപ്പോൾ, ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിയിലെ ആർക്കെതിരെയും ആരോപണം വന്നപ്പോൾ അതിനൊക്കെ എതിരെ വ്യക്തമായ രീതിയിൽ പ്രതിഷേധിക്കുക, അതിനെതിരെ പറയുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിനോടുള്ള അത്യന്താപേക്ഷിതമായ ഒരു സ്നേഹമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം നിൽക്കുന്ന പാർട്ടിയോട് കോൺഗ്രസിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം വെളിവാക്കുന്നതാണ് ആ പോസ്റ്റുകളൊക്കെ. അദ്ദേഹം മരണം വരെയും ഞാനൊരു കോൺഗ്രസ്സുകാരൻ തന്നെയായിരിക്കും, കോൺഗ്രസിനോട് അത്രയും സ്നേഹം വെളിവാകുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഇത്ര കണ്ട് BJP-യെക്കാളും RSS-നെക്കാളും ഏറ്റവും കൂടുതൽ ശത്രുപക്ഷത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ആ കോൺഗ്രസ് പാർട്ടിക്ക് രാഹുലിനെ പോലെ കരുത്തനായി വളരെ നല്ല രീതിയിൽ ഭാഷാപ്രയോഗത്തിലൂടെ CPM-നെതിരെ ആഞ്ഞടിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിനെ എവിടെ കൊണ്ടു നിർത്തിയിരുന്നാലും, അദ്ദേഹത്തിനെ എവിടെ പ്രസംഗിക്കാനെ കൊണ്ടുപോയാലും, അഥവാ ഒരു വേള കോൺഗ്രസിലെ പല നേതാക്കളും പലതും മറന്നുപോയാൽ പോലും ഓർത്തെടുത്ത് ഈ ഭരണത്തിനെതിരെ അവരെ അടിക്കാനായി പല കാര്യങ്ങളും പറയാൻ പ്രസംഗവേദിയിൽ രാഹുലിന് കഴിയും. രാഹുലിന്റെ പ്രസംഗം കേൾക്കാൻ ആള് കൂടും. അതിന് ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് അദ്ദേഹം പോയിരുന്നാലും അത് കോൺഗ്രസിന് മെരിറ്റ് മാത്രമേ ആകുള്ളൂ. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിൽ രാഹുൽ എന്ന് പറയുന്ന പ്രാസംഗികൻ, രാഹുൽ എന്ന യോദ്ധാവ് കോൺഗ്രസിന് ഉപകാരമേ ഉണ്ടാകുള്ളൂ എന്ന് കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് കോൺഗ്രസ് ഒരു വേള ഭരണത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലം കഴിയുമ്പോൾ രാഹുലിന് പാർട്ടിക്കകത്തേക്ക്, കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഒരു പ്രവേശനം ഉണ്ടാകും. രാഹുലിന് അത് വളരെ നല്ലൊരു സ്വീകരണമായിരിക്കും ഉണ്ടാവുക. ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്യാത്തവർ കോൺഗ്രസ് പാർട്ടിയിലും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നിരവധി തെറ്റിനെ സാധൂകരിക്കുകയോ ന്യായീകരിക്കുകയോ അല്ല, പക്ഷേ ആ തെറ്റ് തിരുത്താനോ അല്ലെങ്കിൽ ഇനി ഒരിക്കൽ കൂടി ആ തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ വരട്ടെ എന്ന് തന്നെ ആയിരിക്കാം സതീശന്റെ ആ ഒരു തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാരന്റ് എന്ന് പറയുന്നത് വി.ഡി. സതീശനാണ്. അദ്ദേഹമാണ് അതിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഷാഫിയും ഉണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. നല്ലൊരു എൻട്രൻസ് അദ്ദേഹത്തിന് പാർട്ടിയിലേക്ക് ഉണ്ടാകും. സതീശൻ്റെ മനസ്സ് അലിഞ്ഞു തുടങ്ങി, വി.ഡി. സതീശൻ്റെ മനസ്സ് അലിഞ്ഞു തുടങ്ങി. അതിൻ്റെ ഒരു സിംറ്റംസാണ് നമ്മൾ കണ്ടത്. അത് നല്ലതെന്ന് തന്നെ നമുക്ക് ധരിക്കാം.